ഹലോ, നമസ്കാരം. ഞാൻ ശോഭ, ശാലുവിൻ്റെ അമ്മ. ശാലു കഴിഞ്ഞ വീഡിയോയിൽ ഓണത്തിൻ്റെ ഒരു ലിസ്റ്റ് ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തുള്ള ഉള്ളിത്തീയലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതിൽ കുറച്ചൊരു വ്യത്യാസപ്പെടുത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ്, മെയിൻ സാധനം ചെറിയ ഉള്ളി 1/2 കിലോ ഉണ്ട്. വലുതല്ല, ഞാൻ രണ്ടായിട്ട് നുറുക്കിയിട്ടുണ്ട്, ചെറുതൊന്നും നുറുക്കിയിട്ടില്ല, അങ്ങനെ തന്നെ. പിന്നെ തേങ്ങാപ്പീര വറക്കാനായിട്ട്, പിന്നെ മെയിൻ വാളംപുളി. ഇത് നമ്മുടെ നാട്ടിലെ പുളി തന്നെ, ഞാൻ ഇടിച്ചു ഉരുട്ടി വെച്ചായിരുന്നതാണ്. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തിടാനായിട്ട്, മല്ലി, കടുക്, ഉപ്പ്, മുളക് പൊടി, കശുവണ്ടി വറുത്തിട്ട് അരയ്ക്കാനായിട്ടുള്ളതാണ്. പിന്നെ കടുക് വറുക്കാനായിട്ടുള്ള സാധനങ്ങൾ: പച്ചമുളക്, കറിവേപ്പില, മുഴുവൻ, ചുവന്നുള്ളി. നമുക്കെന്നാൽ ഇത് ഉള്ളി വാട്ടിയെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാൻ, രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് വറക്കാം. നമുക്ക് ഓക്കെ. ആദ്യം നമുക്ക് മല്ലി ഇടാം. ചെറിയ ഫ്ലെയിമിലിട്ട് വറക്കാം, അല്ലെങ്കിൽ എന്നാന്ന് പറയാം, കരിഞ്ഞു പോകും. നമുക്ക് ഉള്ളി വാട്ടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം തന്നെ അതിനകത്ത് ഈ കശുവണ്ടി ഇട്ട് നമ്മളൊന്ന് വറുത്ത് കോരണം. തേങ്ങ ഇടാം. മല്ലി ഞാൻ പൊടിച്ചു വച്ചിട്ടില്ല, അതുകൊണ്ടാണ് മല്ലി മുഴുവനേ ഉള്ളത് തന്നെ ഇട്ട്. മുളക് ഞാനിവിടെ പൊടിപ്പിച്ചാണ്. പിരിയമുളകും മറ്റേ മുളകും കൂടി മിക്സായിട്ട് ഞാൻ പൊടിപ്പിച്ചതാണ്. കറിവേപ്പില എടുക്കും. കറിവേപ്പില ഇടണം വറക്കണതിനകത്ത്. കശുവണ്ടി നമ്മൾ തേങ്ങ വറുത്തരയ്ക്കണതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് ചേർക്കുക ചെയ്യണത്. നമ്മുടെ കശുവണ്ടി ആയി, അത് വറുത്ത് പോരുക. ശേഷം നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് 1/2 കിലോ ചുവന്നുള്ളിയുണ്ട്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണത് സമയം കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങ് നീണ്ടു പോകും അങ്ങോട്ട്. തേങ്ങ ഒരു ഇടത്തരം തേങ്ങയുടെ 1/4 ഭാഗം, ഒരു 10 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു ഞാൻ അളന്ന് നോക്കിയിട്ട്. മല്ലി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. അത് എരിവിന് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടേച്ചാൽ മതി. കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പൊടിയുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് കല്ലുപ്പാണ് കയ്യിന് ഇതായിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യത്തിന് അങ്ങ് ഇട്ടേച്ചാൽ മതി. നമുക്ക് പച്ചമുളക് ഇതിനകത്തേക്ക് ഇടാം. ഉള്ളിയിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇടുക. ശരിക്കും നല്ല ചൂടൻ ചോറും ഈ ഉള്ളിത്തീയലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. നമുക്കതും കൂട്ടി ചോറുണ്ണാം.
അത്യാവശ്യം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ആയിട്ടുണ്ട്. നോക്കിക്കതേ, ഉള്ളി ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ടിടണം. അതങ്ങ് അടച്ച് വെക്കണം. പുളി പോരെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അടച്ച് വെക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഉള്ളിയും തേങ്ങയും ശരിക്കായി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് ഓഫ് ചെയ്യാണ്ടിട്ട് കഴിഞ്ഞ് ചീനച്ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ വറുത്തത് തണുത്തു. ഇനി നമുക്ക് മിക്സിയിലിട്ട് തേങ്ങ വറുത്തത് ഞാൻ കശുവണ്ടി ഇട്ടു. അതിൻ്റെ കൂടെ കശുവണ്ടിയും കൂടി കൂട്ടി ഇടാം. ശരിക്കും ഞാൻ കശുവണ്ടി ഇട്ടല്ലേ ഉണ്ടാക്കാറുള്ളത്. എൻ്റെ രണ്ടാമത്തെ മോൻ സന്തു, അവർ കുവൈറ്റിലാണ് ഫാമിലി ആയിട്ട്. സന്തുവിൻ്റെ മോനെ നോക്കുന്നത് സജിതയാണ്, അവിടെ തന്നെ ഉള്ളതാണ്. സജിതയാണ് എന്നോട് പറഞ്ഞത് കശുവണ്ടിയും കൂടി ചേർക്കണം തേങ്ങ അരക്കണേൻ്റെ കൂടെ, നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കശുവണ്ടി ചേർത്തത്. ഇനി തേങ്ങ അരച്ചു കണ്ടോ, ഒട്ടും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നല്ല വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാം. നമുക്ക് നിങ്ങൾ അരയ്ക്കുമ്പോഴാണെങ്കിലും വെള്ളം ചേർക്കാണ്ട് അരച്ചോളണം. വറുത്തരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. അതിൻ്റെ തേങ്ങയുടെ എണ്ണയിൽ തന്നെ കിടന്ന് നമ്മളൊരു 2-3 പ്രാവശ്യം ഓഫ് ഓണും ചെയ്തിട്ട് അരച്ച് വെച്ചാൽ മതി. നന്നായിട്ട് അരിഞ്ഞ് കിട്ടിക്കോളും. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. ആ മിക്സി കഴുകിയെടുക്കാനായിട്ട് നേരിയ ചൂടില്ലെങ്കിൽ അത് എണ്ണമയം ഉള്ളതുകൊണ്ട് പോരൂല. പിന്നെ നിങ്ങൾ ഒരിക്കലും തിളപ്പിക്കാത്ത വെള്ളം ഇതിനകത്ത് ചേർക്കരുത്. എപ്പോഴും തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ രണ്ടാമത് ജോയിൻ ചെയ്യാവുള്ളൂ. വെള്ളം ചൂടായി. ഇത് കഴുകി നമ്മുടെ കറി ശരിക്കും തിളച്ചു. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ്. ഞാൻ 1 കപ്പ് വെള്ളവും കൂടി കൂടുതൽ ചേർക്കാറുണ്ട്. ഇപ്പം ഇതിങ്ങനെ നീണ്ടിരിക്കണമെങ്കിലും തേങ്ങയും കശുവണ്ടിയും എല്ലാം അരച്ചേക്കണോണ്ട് കുറുകും ഇരുന്ന്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കാം. കടുകും അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും. കത്തിച്ച് ചൂടായി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചോളണം. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും ഒരു കണക്കില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിക്കാം. ഉപ്പും വെളിച്ചെണ്ണയും എരിവും ഒക്കെ ബാക്കിയെല്ലാം ശരിയായി വെച്ചാൽ മതി. ഇടാം നമുക്ക്.
നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് മുളകിടാൻ. ഉണക്കമുളക് 4 എണ്ണം, കറിവേപ്പില. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിടാം. ഇത് 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇത് ശരിക്കും എൻ്റെ നാട്ടിലേക്കുള്ള ഇതാണ്, ഉള്ളി തീയലിൽ തേങ്ങാക്കൊത്തിടിയിൽ. ഇങ്ങോട്ടേക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. തേങ്ങാക്കൊത്ത് ആ ഉള്ളിയുടെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ കിട്ടണത് നല്ല ടേസ്റ്റാണ് ശരിക്കും. മൂക്കട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് തുടങ്ങി. നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ എല്ലാം മൂത്ത്, ഉള്ളിയെല്ലാം ശരിക്കും മൂത്ത് കണ്ടോ. ഇനി നമുക്ക് ഇടാം. നമ്മുടെ ഉള്ളി തീയൽ റെഡിയായി. നോക്കിക്കേ, കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിത്തീയൽ റെഡിയായി. ഞാൻ എക്സ്ട്രാ ആയിട്ടൊരു പപ്പടം കാച്ചിട്ടുണ്ട്, ചോറും ഉണ്ട്. ഞാനും സൗച്ചാനും പിള്ളേരും കൂടി കഴിക്കാൻ പോവുകയാണ്. എൻ്റെ യോഗ ക്ലാസ്സിലെ 3 പിള്ളേർ, എൻ്റെ മക്കളും 3 പേരും അവരുടെ ഭാര്യമാരും കുട്ടികളും ആരും ഇവിടെ അടുത്തില്ല. എനിക്ക് യോഗയ്ക്ക് വരും പിള്ളേരൊക്കെയാണ് കൂട്ടുള്ളത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.